വഖഫ് ഭേദഗതി ബില്ലിനെ കേരളത്തിലെ എല്ലാ എംപിമാരും അനുകൂലിക്കണമെന്ന കെസിബിസിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്ത കേന്ദ്രമന്ത്രിമാർ സങ്കുചിത താൽപര്യങ്ങൾ മാറ്റിവെച്ച് ജനങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. ഭരണഘടനാ വിരുദ്ധമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യണമെന്ന് നിർമ്മലാ സീതാരാമനും വ്യക്തമാക്കി. മുനമ്പം സമരം ഉൾപ്പെടെ മുൻനിർത്തിയാണ് വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ എംപിമാരും പാർലമെന്റിൽ വോട്ട് ചെയ്യണമെന്ന് കെസിബിസി ആഹ്വാനം ചെയ്തത്. കെസിബിസിയുടെ നിലപാട് സ്വാഗതം ചെയ്ത കേന്ദ്ര പാർലമെന്റ് ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു പ്രീണന രാഷ്ട്രീയത്തിനായി ജനങ്ങളുടെ താൽപര്യങ്ങൾ ഇല്ലാതാക്കരുതെന്നും വ്യക്തമാക്കി. क्रिश्चियन का हो, कोई हिंदू का हो या जैन हो, सिख हो, ईसाई हो या मुसलमानों के लिए भी ये सब पे लागू है कि जो वक्फ बोर्ड के पास एक अनकंट्रोल्ड अथॉरिटी था कि कोई भी जमीन को वक्फ डिक्लेयर करता है, तो कैसे हो सकता है? ബില്ല് ഒരു മതവിഭാഗത്തിനും എതിരല്ലെന്നും കേരളത്തിലെ എല്ലാ എംപിമാരും ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം എക്സിൽ കുറിച്ചു. നരേന്ദ്രമോദി സർക്കാർ എല്ലാ പൗരന്മാരുടെയും അവകാശങ്ങൾ സംരക്ഷിച്ച് മുൻപോട്ട് പോകുമെന്നും കിരൺ റിജിജു കൂട്ടിച്ചേർത്തു. വഖഫ് നിയമ ഭേദഗതിക്ക് കത്തോലിക്ക ബിഷപ്പുമാരുടെ പിന്തുണ സ്വാഗതം ചെയ്യുന്നതായും വഖഫ് നിയമത്തിലെ അന്യായവും ഭരണഘടനാ വിരുദ്ധവുമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യണമെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ എക്സിൽ കുറിച്ചു. വഖഫ് ഭേദഗതിയും മതസ്വാതന്ത്ര്യവും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും ന്യൂനപക്ഷത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ചിലർ വ്യാജ പ്രചാരണം നടത്തുന്നുണ്ടെന്നും സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ ജഗദാംബിക പാൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി.